വെൽക്കം ടു ലേണിനോ. ഈ ഒരു വീഡിയോ സെക്ഷനിൽ നമ്മൾ ഇക്വിലിബ്രിയം ചാപ്റ്ററിലെ MCQs ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഓസ്വാൾഡ്സ് ഡൈലൂഷൻ ലോ ഈസ് ആപ്ലിക്കബിൾ ടു ഓപ്ഷൻ എ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് ഓൺലി, ഓപ്ഷൻ ബി വീക്ക് ഇലക്ട്രോലൈറ്റ് ഓൺലി, ഓപ്ഷൻ സി നോൺ ഇലക്ട്രോലൈറ്റ്സ്, ഓപ്ഷൻ ഡി സ്ട്രോങ് ആൻഡ് വീക്ക് ഇലക്ട്രോലൈറ്റ്സ്. ഓസ്വാൾഡ്സ് ഡൈലൂഷൻ ലോ നമുക്ക് വീക്ക് ഇലക്ട്രോലൈറ്റ്സിന് മാത്രമേ ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. Next question, the pH of a solution of hydrochloric acid is 4. The molarity of the solution is option A 4, option B 0.4, option C 0.0001, option D 0.04. pH equal to minus log H plus ആണ് അല്ലേ. ഇവിടെ H plus concentration പറഞ്ഞിട്ടുണ്ട് 10 raised to minus 4. അപ്പം അങ്ങനെയാണെങ്കിൽ molarity വരുന്നത് ഓപ്ഷൻ C ആണ് 0.0001. Next question, species acting both as Bronsted acid and a base is option A HSO4 minus, option B Na2CO3, option C NH3, option D OH minus. വാട്ടറിൽ HSO4 പ്രോട്ടോൺസിനെ അക്സെപ്റ്റ് ചെയ്യാനും പറ്റും ഡൊണേറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പം HSO4 മൈനസ് സ്പീഷീസ് ആണ് ബ്രോൺസ്റ്റഡ് ആസിഡ് ആസ് വെൽ ആസ് ബ്രോൺസ്റ്റഡ് ബേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. Next question, an example for Lewis acid is option A ammonia, option B aluminum chloride, option C pyridine, option D amines. അലൂമിനിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഡിഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ്. അവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ബോണ്ടിങ് കഴിഞ്ഞിട്ട് 6 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, അലൂമിനിയം ക്ലോറൈഡ് ലൂവിസ് ആസിഡ് ആയിട്ട് ആക്ട് ചെയ്യും ബിക്കോസ് ഇറ്റ് ക്യാൻ അക്സെപ്റ്റ് ഇലക്ട്രോൺസ്. സോ ഓപ്ഷൻ ബി അലൂമിനിയം ക്ലോറൈഡ് ആണ് കറക്റ്റ് ആൻസർ. Next question, in a given system water and ice are in equilibrium. If pressure is applied to the above system, then option A more ice is formed, option B amount of ice and water will remain same, option C more ice is melted, option D either A or C. ഐസ് ടു വാട്ടർ കൺവേർഷൻ ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഐസിൽ മോർ വോളിയം ആയിരിക്കും ആൻഡ് വാട്ടറിൽ ലെസ് വോളിയം ആയിരിക്കും ഉള്ളത്. പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വോളിയം ലെസ് ആയിട്ടുള്ള സൈഡിലേക്കായിരിക്കും ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ആവുന്നത്. സോ വാട്ടർ സൈഡിലേക്കായിരിക്കും ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ആവുക. അപ്പം ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്, മോർ ഐസ് ഈസ് മെൽറ്റഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ എ റിവേഴ്സിബിൾ റിയാക്ഷൻ ഇഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ആർ ഡബിൾഡ് the equilibrium constant will be option A the same, option B doubled, option C 1/4, option D halved. ഒരു റിവേഴ്സിബിൾ കെമിക്കൽ റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കണ്ടീഷനിൽ കോൺസെൻട്രേഷൻ ഓഫ് ഏതെങ്കിലും ഒരു റിയാക്ടർ നമ്മൾ ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് സെയിം ആയിട്ടായിരിക്കും ആ ഒരു റിയാക്ഷനിൽ ത്രൂ ഔട്ട് റിമെയിൻ ചെയ്യുന്നത്. സോ ഓപ്ഷൻ എ സെയിം ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് റിയാക്ഷൻസ് വിച്ച് ഓഫ് ദി പെയർ ഓഫ് റിയാക്ഷൻ പ്രൂവ്സ് ദാറ്റ് water is amphoteric in character. ആംഫോട്ടറിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആസിഡിക് ആസ് വെൽ ആസ് ബേസിക് ക്യാരക്ടർ എക്സിബിറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസസ് ആണ് ആംഫോട്ടറിക് എന്ന് പറയുന്നത്. വാട്ടർ ഒരു ആംഫോട്ടറിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്. അതിന് ആസിഡ് ആയിട്ടും ബേസ് ആയിട്ടും ആക്ട് ചെയ്യാനായിട്ടുള്ള എബിലിറ്റി ഉണ്ട്. വിത്ത് ദ പ്രസൻസ് ഓഫ് NH3 ഇതൊരു ആസിഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. ഇനി H2S പ്രസൻസിൽ അതൊരു ബ്രോൺസ്റ്റഡ് ആസിഡ് ആയിട്ട് ആക്ട് ചെയ്യും. സോ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ 3 and 4 ആണ് ആംഫോട്ടറിക് ക്യാരക്ടർ എക്സിബിറ്റ് ചെയ്യുന്ന പെയർ ഓഫ് റിയാക്ഷൻസ് വിച്ച് ആർ NH3 plus H2O gives NH4OH, HCl plus H2O gives Cl minus plus H3O plus. Next question, highest pH will be recorded for which of the following solutions if they are equimolar? Option A AlCl3, option B BaCl2, option C BeCl2, option D LiCl. മോസ്റ്റ് ബേസിക് ആയിട്ടുള്ളതിനായിരിക്കും ഹയസ്റ്റ് pH വാല്യൂ ഉള്ളത്. ഓൾസോ ഡൗൺവേർഡ്സ് എ ഗ്രൂപ്പ് ബേസിസിറ്റി ഇൻക്രീസ് ആവുകയാണ് ആൻഡ് അലോങ് എ പീരിയഡ് ബേസിസിറ്റി ഡിക്രീസ് ആവുകയാണ്. അപ്പം നമുക്ക് തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിൽ ബേരിയം ക്ലോറൈഡിനാണ് ഹയസ്റ്റ് pH ഉള്ളത്. സോ ഓപ്ഷൻ ബി BaCl2 ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൺ ആഡിങ് അമോണിയ ടു വാട്ടർ ഓപ്ഷൻ എ അയോണിക് പ്രോഡക്റ്റ് വിൽ ഇൻക്രീസ്, ഓപ്ഷൻ ബി അയോണിക് പ്രോഡക്റ്റ് വിൽ ഡിക്രീസ്, ഓപ്ഷൻ സി H3O plus will increase, option D H3O plus will decrease. NH3 നമ്മൾ വാട്ടറിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ OH മൈനസ് കോൺസെൻട്രേഷൻ അവിടെ ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. Kw equal to concentration of H3O plus into concentration of OH minus എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്.
അപ്പൊ ഇവിടെ OH മൈനസ് ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ H3O പ്ലസ് എന്താണ് ഡിക്രീസ് ആവണം. അപ്പോഴേ ഇത് കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ആവുള്ളൂ. സോ ഓപ്ഷൻ ഡി H3O പ്ലസ് കോൺസെൻട്രേഷൻ വിൽ ഡിക്രീസ് ആണ് കറക്റ്റ് ആൻസർ. Next question. According to Lowry and Bronsted system, the chloride ion in aqueous solution is a option A weak base, option B strong base, option C weak acid, option D strong acid. Chloride ion in aqueous solution എന്ന് പറയുന്നത് weak ആയിട്ടുള്ള ഒരു ബേസ് ആണ്. Okay. So correct answer എന്താണ്? Option A weak base. ഇനി strong acids like HCl proton donate ചെയ്യാണ് ചെയ്യുന്നത്. Next question. What is the concentration of OH minus in the final solution prepared by mixing of 20 ml of 0.05 m HCl with 30 ml of 0.1 m barium hydroxide? HCl solution ഉള്ള H plus ions എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 20/1000 into 0.050 ചെയ്യുക. That is 0.001 moles. ഇനി ബേരിയം ഹൈഡ്രോക്സൈഡ് മോളിക്യൂളില് 2 OH മൈനസ് അയോൺസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ബേരിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷനിൽ OH മൈനസ് അയോൺസ് റിലീസ്ഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 2 into 30/1000 into 0.10 ചെയ്യുക, which is equal to 0.006. ഓക്കെ, അപ്പൊ 0.001 moles of H plus and OH minus combined to form water. 0.005 moles of OH minus ആണ് remaining ആയിട്ടുള്ളത്. molarity of OH minus എന്താണ്? 0.005 by 20 plus 30 ml, that is 0.001 m. So option D 0.1 m ആണ് ഇവിടെ correct answer. Next question. Le-Chalais principle is applicable to option A only homogeneous chemical reversible reactions, option B only heterogeneous chemical reversible reactions, option C only physical equilibrium, option D all systems chemical or physical in equilibrium. So the correct answer option D ആണ് all systems chemical or physical in equilibrium. Next question. With increasing temperature ionic product of water, option A decreases, option B increases, option C remains same, option D may increase or decrease. Temperature increase അനുസരിച്ചിട്ട് molar concentration of hydrogen ions and hydroxyl ions increase ആവാണ് ചെയ്യുന്നത്. അപ്പം automatically ionic product of water എന്താണ്? With respect to increase in temperature ionic product increase ആവും. So option B increases ആണ് correct answer. Next question. Select the pKa value of strongest acid from following. Option A 1, option B 3, option C 2, option D 4. Lowest ആയിട്ടുള്ള pKa value ഏതാണോ അതായിരിക്കും strongest acid എന്ന് പറയുന്നത്. So option A 1 ആണ് correct answer. Next question. NH4Cl is acidic because option A on hydrolysis NH4Cl give weak base NH4OH and strong acid HCl. Option B nitrogen donates a pair of electrons. Option C it is a salt of weak acid and strong base. Option D on hydrolysis NH4Cl gives strong base and weak acid. The correct answer വരുന്നത് option A ആണ്. On hydrolysis NH4Cl give weak base NH4OH and strong acid HCl. ഇപ്പൊ NH4Cl എന്ന് പറയുന്നത് salt of strong acid ആണ് HCl and weak base NH4OH. ഹൈഡ്രോളിസിസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു റിയാക്ഷൻ ആണ് നടക്കുന്നത്. ഇവിടെ കാറ്റയോൺ മാത്രമാണ് ഹൈഡ്രോളിസിസ് അണ്ടർഗോ ചെയ്യുന്നത് ആൻഡ് സൊല്യൂഷൻ വിൽ ബി acidic in nature due to H plus formation. ഇവിടെ കാറ്റയോൺ ആണ് അസിഡിക് നേച്ചറിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ആൻഡ് ഹിയർ ഇവിടെ pH വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ 7 ആണ്. Next question. In a reaction CO plus 2H2 gives CH3OH, delta H0 equal to minus 92 kilojoule per mole. Concentration of hydrogen, carbon monoxide and methanol become constant at equilibrium. What will happen if an inert gas is added to the system? Option A reaction becomes fast, option B reaction becomes slow, option C equilibrium state disturbs, option D equilibrium state remains undisturbed. ഇവിടെ വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ മോളാർ കോൺസെൻട്രേഷന് ചേഞ്ച് ഒന്നും തന്നെ ഉണ്ടാവില്ല. അപ്പൊ സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയത്തിൽ പ്രത്യേകിച്ച് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. So option D ആണ് correct answer. Equilibrium state remains undisturbed. Next question. What is the conjugate base of OH minus? Option A O2, option B H2O, option C O minus, option D O2 minus. Conjugate base എന്ന് പറയുന്നത് എന്താണ്? It is a part of acid which is left after removing H plus from it.
അപ്പൊ OH മൈനസിൽ നിന്ന് H+ അയോൺസിനെ റിമൂവ് ചെയ്താൽ അവിടെ റിമൈനിങ് പാർട്ട് എന്താണ്? O2 മൈനസ് ആണ്. ഓക്കെ, അപ്പോൾ OH മൈനസ് ഗീവ്സ് O2 മൈനസ് പ്ലസ് H+. അപ്പോൾ ഇവിടെ കോൺജുഗേറ്റ് ബേസ് ഓഫ് OH മൈനസ് എന്ന് പറയുന്നത് O2 മൈനസ് ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. Next question. One of the following is a Bronsted acid but not a Bronsted base. Option A H2S, option B H2O, option C HCO3 minus, option D NH3. ബ്രോൺസ്റ്റഡ് ലോറി കൺസെപ്റ്റ് അനുസരിച്ചിട്ട് ആസിഡ് എന്ന് പറയുന്നത് പ്രോട്ടോൺസിനെ കൊടുക്കുന്ന സബ്സ്റ്റൻസസ് ആണ് ആൻഡ് ബേസ് എന്ന് പറയുന്നത് പ്രോട്ടോണെ അക്സെപ്റ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ്. സോ ഈ ഒരു തിയറി നോക്കുകയാണെങ്കിൽ ഇവിടെ ബ്രോൺസ്റ്റഡ് ആസിഡ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ H2S ആണ്. Next question. pH of a solution containing 50 mg of sodium hydroxide in 10 decimeter cube of the solution is option A 9, option B 3.9031, option C 10.0969, option D 10. അപ്പോൾ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 50 into 10 raised to minus 3 divided by 40 into 10. That is 1.25 into 10 raised to minus 4 m ആണ്. Then pH എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? pH equal to minus log of 1.25 into 10 raised to minus 4, that is minus 0.0964 plus 4, which is equal to 3.9031. pH കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ 14 minus 3.9031 ചെയ്യുക, which is equal to 10.0969. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. Next question. Equal volume of 3 basic solution of 11, 12 and 3 are mixed in a vessel. What will be the H+ ion concentration in the mixture? Option A 1.11 into 10 raised to minus 11, option B 3.7 into 10 raised to minus 4, option C 3.7 into 10 raised to minus 11, option D 1.11 into 10 raised to minus 12. pH എന്ന് പറയുന്നത് minus log H+ അല്ലെങ്കിൽ H+ equal to 10 raised to minus 5 ആണ്. അപ്പോൾ സൊല്യൂഷൻ 1ന് H+ കോൺസെൻട്രേഷൻ equal to 10 raised to minus 3 ആണ്. സൊല്യൂഷൻ 2ന് H+ കോൺസെൻട്രേഷൻ equal to 10 raised to minus 4 ആൻഡ് സൊല്യൂഷൻ 3ക്ക് H+ കോൺസെൻട്രേഷൻ equal to 10 raised to minus 5 ആണ് വരുന്നത്. അപ്പോൾ ടോട്ടൽ H+ കോൺസെൻട്രേഷൻ equal to എത്രയാണ് വരുന്നത്? 10 raised to minus 3 plus 10 raised to minus 4 plus 10 raised to minus 5. അതിന്റെ വാല്യൂ വരുന്നത് 1.11 into 10 raised to minus 3 ആണ്. ഓക്കെ, H+ ion concentration എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 1.11 into 10 raised to minus 3 divided by 3 ചെയ്യുക, which is equal to 3.7 into 10 raised to minus 4m. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. Next question. 2 moles of PCl5 are heated in a closed vessel of 2 liter capacity. At equilibrium, 40% of PCl5 is dissociated into PCl3 and Cl2. The value of equilibrium constant is option A 0.266, option B 0.53, option C 2.66, option D 5.3. Chemical equation വരുന്നത് എങ്ങനെയാണ്? PCl5 gives PCl3 plus Cl2. Dissociation constant value ഇവിടെ തന്നിട്ടുണ്ട്, alpha equal to 0.4 അല്ലേ? നമുക്ക് അതിന് molarity calculate ചെയ്യാം, which is equal to number of moles divided by volume. Equilibrium molar concentration of component of mixture എന്ന് പറയുന്നത് എത്രയായിരിക്കും? PCl5 equal to 2 into 1 minus alpha by V ആണ്. That is 2 into 1 minus 0.4 by 2, which is equal to 0.6 ആണ് വരുന്നത് ഫോസ്ഫറസ് പെന്റാക്ലോറൈഡിന്. ഇനി ഫോസ്ഫറസ് ട്രൈക്ലോറൈഡിന് PCl3 equal to 0.5 mol per liter ആണ്. ക്ലോറിൻ ഗ്യാസിന് വരുന്നത് 0.4 mol per liter ആണ്. Equilibrium constant value Kc equal to PCl3 plus Cl2 by PCl5 ആണ്. That is 0.4 into 0.4 by 0.6. Okay, so correct answer 0.27 ആണ് ഇവിടെ വരുന്നത്. ഓപ്ഷൻ എ ആണ് correct answer. Next question. A plus B gives C plus D. If finally the concentration of A and B are both equal, but at equilibrium concentration of delta will be twice of that of A, then what will be equilibrium constant of the reaction? Option A 4 by 9, option B 9 by 4, option C 1 by 9, option D 4. A plus B gives C plus D ആണ് അല്ലെ? എയുടെയും ബിയുടെയും കോൺസെൻട്രേഷൻ XX ആണ്, then സിയുടെയും ഡിയുടെയും 2x ആണ്. Equilibrium constant Kc equal to 2x into 2x by x into x ആണ്, which is 4x square by x square. x square cancel ആയി നമുക്ക് 4 ആണ് ലാസ്റ്റ് കോൺസ്റ്റന്റ് വാല്യൂ കിട്ടുന്നത്. ഓപ്ഷൻ ഡി 4. Next question. 4.5 moles each of hydrogen and iodine heated in a sealed 10 liter vessel. At equilibrium, 3 moles of hydrogen iodide were found. The equilibrium constant for H2 plus I2 gives 2HI is option A 1, option B 5, option C 10, option D 0.33.
H2 plus I2 gives 2HI അല്ലേ? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ XX 2x എന്നാണ് വരുന്നത്. 2x equal to 3 എന്ന് നമുക്ക് എഴുതാം ക്വസ്റ്റ്യനിൽ നിന്ന്. അപ്പം അങ്ങനെയാണെങ്കിൽ x equal to 1/5. ഇക്വിലിബ്രിയത്തിൽ കോൺസെൻട്രേഷൻ 4.5 minus 1.5 of H2 that is H2 and 3 of HI എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം equilibrium constant K equal to HI concentration by concentration of I2 into H2 ആണ്. That is 3 into 3 by 3 into 3 which is equal to 1 ആണ് വരുന്നത്. ഓപ്ഷൻ എ 1 ആണ് കറക്റ്റ് ആൻസർ. Next question, if concentration of reactants is increased by x, then K becomes option A ln of K by x, option B K by x, option C K plus x, option D K. Equilibrium constant K depend ചെയ്യുന്നത് ടെമ്പറേച്ചറിനെ മാത്രമാണ്. അപ്പോൾ any change in concentration will not change the value of K. So option D K ആണ് ഇവിടെ correct answer. Next question, the most important buffer in blood consists of option A HCl and Cl minus, option B H2CO3 and Cl minus, option C H2CO3 and HCO3 minus, option D HCl and HCO3 minus. ഇപ്പോൾ ഹ്യൂമൻ ബ്ലഡിലെ ബഫർ ഓഫ് കാർബോണിക് ആസിഡ് H2CO3യും ബൈകാർബണേറ്റ് ആനയോൺ HCO3 മൈനസും ആണുള്ളത്. സോ ഓപ്ഷൻ സി H2CO3 ആൻഡ് HCO3 മൈനസ് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. സോ അപ്പോൾ ഇത്രയാണ് ഇക്വിലിബ്രിയം ചാപ്റ്ററിൽ വരുന്ന MCQ മാരത്തോൺ. താങ്ക് യു.